ഹലോ ഗായ്സ്, നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഫ്രണ്ട്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നന്ദു, ശ്രേയസ്, വേദൻ. ഇവർ മൂന്നുപേരും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നിരഞ്ജനും ഉണ്ട്. അപ്പോൾ അവർ വന്ന് ജയ്ഗുരുവിൻ്റെ ബസ് എടുത്ത് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജയ്ഗുരു ജിന്ന എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ടൂർ മോഡ് എടുക്കാം. നമുക്ക് പെൽമ മെരക്കോ അല്ല, ഇതിനകത്തൊന്നുമല്ലേ. നമുക്ക് അവിടെ പോകണം. ബീച്ചിൽ പോകാം. ഓക്കെ, അപ്പം ബീച്ചിലോട്ട് ബീച്ചിൻ്റെ ഡൗൺലോഡ് നടക്കുക. വേഗം കയറിക്കോളും. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സിലോട്ട് പോവുകയാണ്. ഫയൽ ഇഷ്ടംപോലെ ഫയൽസ് ഉണ്ട് അല്ലേ. ഫയൽ 3. ഓക്കെ, സെറ്റ്. ഓക്കെ, ഒരു പരസ്യം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നമുക്ക് അകത്തുള്ള ക്യാമറ വെച്ച് കാണിക്കാം. അതാണെന്ന് തോന്നിച്ചു ഇവിടെ കിടില്ല. ബസ്സിൻ്റെ അകമൊക്കെ കണ്ട് വൈബടിച്ചു പോവാം. നമ്മുടെ ബസ് കണ്ടിട്ടുണ്ട്. സെറ്റ് FPS നമുക്ക് 50 കിട്ടുന്നുണ്ട്. അശോക് എൻ്റെ കിടിലം ബസ് മോനെ സെറ്റ് ആണ്. തൊട്ടിട്ടേക്കാം. ഓക്കെ, നമ്മുടെ റൂട്ട് മാപ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോവാം. ഓക്കെ, നമ്മൾ ബസ് എടുത്തു, കത്തിച്ച് വിട്ടു. 23 FPS ഒക്കെ ആയി. ഇപ്പം 30 ആയി. ഞങ്ങളുടെ കോമറ്റൊക്കെ MG കോമറ്റ് ഇപ്പം ഇടിച്ചാണ്. അവനൊക്കെ നമ്മൾ വെട്ടിച്ച് കയറും. ബാക്ക് ചെറുതായിട്ട് തട്ടിയോന്നൊരു സംശയം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറ്റി? കൊമ്പിലോട്ട് എടുക്കുമ്പോൾ പറ്റുന്നില്ലല്ലോ. ഇത്രയാണ് ഇടിച്ചിരിക്കുന്നു. അതുപാടെ ഓക്കെ, ഓടിനി ഇത്രേ ഉള്ളൂ. അല്ല, ഓടി ഇനിയുണ്ട്. നോക്കാം. നട്ടും പറ്റുന്നില്ലല്ലോ. നമുക്ക് വേറെ വല്ല സ്ഥലത്ത് കൂടെ പോകാമെന്ന് നോക്കാം. കനാലിൽ പോവല്ലേ. തട്ടിയാ തീരുന്നു. തട്ടി ഇല്ല. ഈ ബസ് ഇവിടെ ബ്ലോക്ക് ആക്കി കേട്ടോ. ഗെയിം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണം. വേറെ സ്ഥലത്തോട്ട്. ഈ സ്ഥലം എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് നിർത്തിയാണ്. നമുക്ക് അന്നെങ്കിൽ ആദ്യം തൊട്ട് വേറെ സ്ഥലത്ത് വെച്ച് കളിക്കാം. ഈ സ്ഥലം കൊള്ളത്തില്ല. ഓക്കെ, നമ്മൾ ആഡും ആയിട്ടുണ്ട്. ഫ്രീ മോഡും എല്ലാം വെച്ച് കളിക്കാം. അപ്പം നമുക്ക് ഈ സ്ഥലത്തുള്ളോ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇടിച്ച് കടൽ പിടിച്ചു പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം എടുക്കുന്നു. എന്താടാ ആടെ ബസ് സിമുലേറ്ററിൻ്റെ ഗെയിം മുഴുവൻ ആട്. ഇപ്പം 3ാമത്തെ ആടെ നമ്മൾ കാണാൻ പോകുന്നത്. പണ്ടത്തെ ബസ് സിമുലേറ്ററിൻ്റെ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ അത്ര രസമൊന്നുമില്ല. ഒരു രാത്രി സമയം സെറ്റ് രാത്രി ഇങ്ങനെ ബസ് പിടിച്ചോണ്ടില്ല.
ആദ്യമായിട്ട് വളച്ചെടുത്ത്. ഓക്കെ, തട്ടുവോ? തട്ടിയടാ. കാട്ടിപ്പോയില്ല. ആംബുലൻസിനെ ഇടിച്ച് തെറിപ്പിച്ചറിയാതെ ഇതേ കുടിച്ചിട്ട് കിട്ടിയില്ല. ഹാൻഡ് ബാഗ് ഒന്ന് ഇട്ടാൽ മതി ഇതേ കുടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ. ഈ സെയിം വഴിയാണ് നമ്മൾ നേരത്തെ വന്നത്. ഇവിടെ ചെല്ലുമ്പോൾ ഇടിക്കും. ഇവിടെ ഇടിച്ചില്ല. ഇത് അഞ്ചാമത്തെ എങ്ങാണ്ട് ആടാണ് നമ്മൾ കാണുന്നത്. ഓരോ ഇത് കഴിയുമ്പോഴും പുതിയ ആഡ് വരും. അപ്പോൾ ഈ ആഡ് വരുന്ന സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വൈബായിട്ടോ. ഇത് മറ്റേ ലൈറ്റാണല്ലോ. ഈ ലൈറ്റ് ഇട്ടാൽ പോലെ ഈ ലൈറ്റാണ്. എന്തായാലും വേറെ ഒരു ബസ്സുണ്ട്. എൻ്റെ മോനെ വയനാടൻ ചുരം. ഇത് കിടിലം വരെയുള്ള അമ്പലമൊക്കെ കാണുന്നു. നിർത്തണം. വേണ്ട ഈ വ്യൂ കിട്ടുമോ? എൻ്റെ സെറ്റ്. ഇവിടെ നിന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് പോയി നോക്കിയാലോ. വണ്ടി സൈഡിലോട്ട് അങ്ങ് ഒതുക്കിയല്ലോ. ഇവിടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. വണ്ടിയും ചാടിയിട്ടുണ്ട്. ഇല്ല, ഇവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഫോർച്യൂണറൊക്കെ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. വെറുതെ ഇവിടെ വരെ വന്ന്. ഈ ക്യാമറ ആംഗിളൊന്ന് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ പകുതി വരെ പോകത്തോളൂ. കാരണം ഫോൺ നന്നായിട്ട് ചൂടാവുന്നുണ്ട് ഈ ഗെയിം കളിക്കുമ്പം. മോഡിട്ട് കളിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഹാൻഡ് ബ്രേക്ക് മാറ്റിയില്ല. വെച്ച് പൂശാൻ പോകുമ്പോൾ വയനാടൻ ചുരം പറന്നടിച്ചു നോക്കും. ഒരാൾക്ക് ഇടിച്ചു. ആക്സിഡൻറ്റ് ഇല്ലില്ല. വണ്ടി നമ്മൾ മാനേജ് ചെയ്ത് ചുരം ഇറങ്ങുമോ താഴോട്ട്. ഈ വളവിൻ്റെ അടുത്ത് വെച്ച് പതുക്കെ പോയില്ലെങ്കിൽ നല്ല പണി കിട്ടും. പോലീസൊക്കെ നമ്മളെ പിടിക്കാനും തോന്നും. സാധനമായിട്ട് വരും. നമ്മൾ പറഞ്ഞടിച്ചു. ഞാനത് വഴിയുണ്ടോ ഞാൻ അങ്ങോട്ട്? എനിക്ക് വന്നത് പെട്രോൾ പമ്പിലോട്ടുള്ള വഴിയാണ്. പെട്രോൾ നമ്മുടെ ഉണ്ടല്ലോ. 61 ലിറ്റർ ഉണ്ട്. ഇതുപോലെ ഇത് മതിയെന്ന് തോന്നും കേട്ടോ. അടിക്കണം. പെട്രോൾ പമ്പ് തന്നെ അല്ലേ ഇത്? അല്ല, ഇത് വണ്ടി കഴിയുന്ന സ്ഥലം. നമുക്കൊന്ന് ശരിയാക്കാം. നോക്കി ഇങ്ങോട്ട് വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് പോകട്ടെ. നേരെ ഷോർട്ട് കട്ട് മതി. നമ്മൾ മറ്റേ സ്ഥലത്ത് ഒക്കെ പോകേണ്ട വഴിയുടെ ഷോർട്ട് കട്ട് വരും. 6 മണിയായി സമയം. രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞാൻ അവിടെ ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ കളിക്കുമ്പോൾ കുറച്ച് കണ്ടോട് കിട്ടും. ജയ്പൂരി ബസ് എടുക്കാൻ പറഞ്ഞായിരുന്നു. അത് പ്രത്യേകമായിട്ട് ഞാൻ കയറ്റിയെടുത്ത. ബസ്സൊക്കെ മണ്ടേ കൂടെ കയറി പോകും. ഇവിടെ പെട്രോൾ പമ്പിൽ നിന്ന് വെച്ച് പെട്രോൾ അടിച്ചിട്ട് ഇടിച്ചില്ലേ. ഓക്കെ,
142 100 അടിച്ച് വെക്കാം, 100 ആക്കി വെക്കാം. Oke. Dimulai dari angka 0 ya. എത്ര എൻ്റെ ഇത്ര ഉള്ളത് വെച്ച് Terima kasih, hati-hati di jalan. അടിച്ചോ? 150 അടിച്ചു, പക്ഷേ പിന്നെ പൈസ ഒന്നും പോയില്ല കേട്ടോ. ഫ്രീ ആന്ന് തോന്നുന്നു. ഈ ക്യാമറ നിങ്ങൾ ഏത് ക്യാമറ ഇട്ട് വയ്ക്കുന്നു? പാടമൊക്കെ ഉണ്ട്, വാഴത്തോട്ടം ഇഷ്ടംപോലെ വാഴകൾ ഇരിക്കുന്നു. ഞാൻ ലെഫ്റ്റിലോട്ട് അറിയാതെ കൈ പോയി. വണ്ടിയുടെ അവസ്ഥ ഇനി ശരിയാക്കാൻ പോകുമ്പോൾ അറിയാം. ബംഗാൾ പാക്ക് നമുക്ക് ഇവിടെ ശരിയാക്കിയിട്ട് വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നോക്കാം. പൈസ കൊടുക്കാം. പിന്നെ വണ്ടി ശരിയാക്കുക. ഏത് നല്ല സ്ഥലം നോക്കി നിർത്തി, ഇവിടെ നിർത്തണ്ട, നല്ല വല്ല സ്ഥലവും നോക്കി നമുക്ക് നിർത്താം. ഇപ്പോൾ സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്തോളൂ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ FC മൊബൈലിൻ്റെ വീഡിയോസാണ്. ഞങ്ങൾ സ്കില്ലൊക്കെ എടുത്തായിരുന്നു, ലൈൻ ചേഞ്ച് വീഡിയോ കാണിച്ചല്ലോ. കാലം കൂടുതൽ വഴി നമ്മൾ നിർത്താനും തന്നെ ഭാഗ്യമായി. അതുപോലെ വഴിയൊക്കെ ഷോർട്ട് കട്ടാണ് തോന്നുന്നത്. പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? അവിടെ പണി കിട്ടും. പണിയിട്ടു വഴി ഒന്ന് ചെറുതായിട്ട് ചെയ്യുന്നു. ഒരുപാട് കൂടി പതുക്കെ പോകുന്നു. സൈഡില്ല വേറെ പോലീസിനെ അടിച്ചു. നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു. മഴ വൈബ്. നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ മഴയത്ത് വൈബൊക്കെ കിട്ടും. ഇപ്പോൾ മിന്നലൊക്കെ അടിക്കുന്നു. എനിക്ക് ഇവിടെ തന്നെ നിർത്തിയാലോ? എന്തുവാ കാലം ഫോച്ചു മഴ പെട്ടെന്ന് മതിയാ. ഇവിടായിട്ട് കയറ്റിയാൽ നിർത്തി. ഈ പണിയുന്ന വീടിൻ്റെ ഇവിടായിട്ട് ഹാൻഡിൽ ഇട്ടേക്കാം. വണ്ടി ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ബെസ്റ്റിംഗ് ഇൻഡോനേഷ്യയുടെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് അതേപോലത്തെ വീഡിയോസ് ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിലും പറയണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.